കമ്പനി പൊട്ടിയാൽ മാത്രമേ നമ്മൾ പൊട്ടിയെന്ന് പറയാൻ പാടുള്ളൂ. ഇപ്പൊ പൊട്ടിയിട്ടില്ല. ഇപ്പം കാരണം എന്ന് വെച്ചാൽ ഇപ്പം കോടതിയിൽ നടക്കുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് എന്താ സിനേറിയ എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പറ. ഒന്നെന്ന് പറഞ്ഞാൽ ജസ്റ്റ് സിമ്പിൾ, നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു കമ്പനി, എല്ലാവർക്കും നല്ല പേ ഔട്ടും കാര്യങ്ങളും കൊടുത്തുകൊണ്ടിരുന്ന ഒരു കമ്പനി, ആ കമ്പനിക്കെതിരെ ഒരു കേസ് പോവുകയാണ്. എന്താണ് കേസ്? നമ്മളെ ടാക്സിന്റെ കേസ്, ടാക്സ് വെട്ടിപ്പ് കേസ് എന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ അത് പോയിട്ട് തുടങ്ങി. പിന്നെ അത് ബഡ്സ് ആക്ടുമായിട്ട് ലിങ്കായി, രണ്ടും ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ എന്താക്കി, ആദ്യം ആ കേസിന്റെ എന്തായെന്ന് വെച്ച് കഴിഞ്ഞാല് ടാക്സിന്റെ കേസ് അത് ക്ലിയർ ആയി. ടാക്സ് എല്ലാം കൊടുക്കുന്ന കമ്പനിയാണ്ട് അതൊരു ഇഷ്യൂ അല്ല. എക്സ്ട്രാ ടാക്സ് ആണ് കൊടുത്തിരുന്നത്, അത് ചിലപ്പോൾ തിരിച്ചു കിട്ടും. ഓക്കെ. രണ്ടാമത്തെ കാര്യം ബഡ്സ് ആക്ടിലാണ് ഇപ്പം നടക്കുന്നത്. അതിപ്പം കേസ് കിടന്നാൽ ബഡ്സ് ആക്ടിൽ നിന്നും ഊരിപ്പോവും. കാരണം എന്താ വെച്ചാൽ ബഡ്സ് ആക്ടിൽ പെടുന്ന കമ്പനി അല്ല ഇത്. അതിനുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അവിടെ ഒരു പ്രശ്നമില്ല. പിന്നെ ഇവിടെ എല്ലാവരും എന്താ പറയുന്നത് വെച്ചാൽ പേ ഔട്ട് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല, കൊടുത്തിട്ടില്ല, ഇതാന്ന് പറഞ്ഞു. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇതിന്റെ ഇടക്കാലത്തെ ഒരു ഇത് വന്നിട്ട് 10 ദിവസത്തേക്ക് ഒരു ഇത് കൊടുത്തിരുന്നു, ബാങ്ക് അൺഫ്രീസ് ചെയ്യേണ്ടിട്ട്. പക്ഷെ അത് പ്രാവർത്തികമാക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അതിന്റെ കുറച്ച് ലീവുകളും കാര്യങ്ങളും, പിന്നെ അതിനൊക്കെ പ്രൊസീജിയർ കുറച്ച് ഡിലേ ആകുന്നുണ്ട്. അപ്പൊ 10 ദിവസത്തിനുള്ളിൽ ഒരു ബാങ്ക് പോയി 2-3 ദിവസം, പിന്നെ അതേപോലെ തന്നെ അങ്ങനെ കോടതിന്റെ റിപ്പോർട്ട് കിട്ടെങ്കിൽ അങ്ങനെ വേറെ, അതിന്റെ ഇടയ്ക്ക് ലീവ്, അങ്ങനെ 10 ദിവസം നമുക്ക് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ കമ്പനി എന്നിട്ട് എന്താക്കി, വിഡ്രോവലിന്റെ ഓപ്ഷൻ തന്നു. നമ്മൾ വിഡ്രോവലിന് കൊടുത്തിട്ടുണ്ട്, ഞാനൊക്കെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ ഹൈറിച്ചുള്ള ആൾക്കാരൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ്. നിൽക്കുന്നപ്പോഴത്തേക്ക് പിന്നെ ഒരു ഹിയറിംഗ് ഉണ്ട് അടുത്ത് തന്നെ. അതും കൂടി ക്ലിയർ ആയിട്ട് വേണം നമ്മളെ അക്കൗണ്ടിലേക്ക് വരാൻ. ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, ഇതുവരെ നമുക്കൊരു പേ ഔട്ടും ബാക്കിയാക്കിയിട്ടില്ല. ഓക്കെ. പിന്നെ അതിന്റെ ഇടയ്ക്ക് എന്റെ കമന്റിന്റെ അടിയിൽ വന്നിരുന്നു, നിന്റെ അണ്ടറിലുള്ളവർക്ക് നീ പൈസ കൊടുക്കുമോന്ന് പറഞ്ഞിട്ട്. എന്റെ അണ്ടറിൽ കൂടിയ ആൾക്കാരോട് ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് നല്ലൊരു ജെന്യൂൻ ആയിട്ടുള്ള കമ്പനിയാണ്, എന്റെ ധൈര്യത്തിൽ നിങ്ങൾ ഇട്ടോന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ അതിൽ ട്രസ്റ്റഡ് ആണ്. എന്ന് വെച്ചാൽ ഇൻ കേസ് കമ്പനി കൊടുത്തില്ല, ഞാൻ കൊടുക്കും. പക്ഷെ കമ്പനി കൊടുക്കും, അത് ഒരു ഇതുമില്ല. കുറച്ച് ഡിലേ ആയിട്ടുണ്ട്. ആ ഡിലേയിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ പുറത്തുള്ള ആൾക്ക് ഒരു പ്രശ്നമില്ല. അപ്പോൾ ഡിലേയിൽ ആയിരിക്കും ആ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്ക്, അതായത് ഈ ഡിജിറ്റൽ കൂപ്പൺ എടുത്ത ആൾക്കാർക്ക്, പിന്നെ ഞാൻ ഈ പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ആൾക്കാർ തെറ്റിദ്ധരിക്കും. കാരണം എന്താ പറയാ, ഞാൻ എന്തിനും ഒരു സാധനം മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് എന്നാ പറയാം. അതെന്റെ ഒരു ഇതാണ്. അത് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ. ഇനി അതേപോലെ തന്നെ ഞാൻ എന്റെ അണ്ടറിലുള്ള ആളോട് പറഞ്ഞിട്ടുണ്ട്, നീ ഇത് കൂടിയിട്ട് എന്റെ ധൈര്യത്തിൽ ഇട്ടോ, ഞാൻ എനിക്ക് പൈസ തരും എന്റേത്. മറ്റുള്ളവരെ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ മറ്റുള്ളവർ ഓരോ വീട്ടമ്മമാരായിരിക്കും, പിന്നെ പല കഷ്ടപ്പാടിലാണ് ഈ ഇതേപോലത്തെ കമ്പനിയിൽ ഇതാക്കുന്നത്. നിങ്ങൾ കൊണ്ടുപോവാ നല്ല കമ്പനി, ഇതേപോലെ നമ്മളതിൽ കൂടാം. ഇങ്ങനത്തെ നല്ല കമ്പനികളെ നമ്മൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യണം. എന്തുണ്ടെങ്കിലും ഞാൻ വെയിറ്റ് ചെയ്യാണ് അതിന്റെ ഇതിൽ എന്താ പറയാ, കോടതിന്റെ വിധി വരുന്നവരെ. ഇൻ കേസ് ഞാൻ പറയാം 100% ജെന്യൂൻ ആയിട്ടുള്ള കമ്പനിയാണെന്നാണ്. അപ്പോൾ ഇൻ കേസ് പൊട്ടിപ്പോയി എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ഇതിലൂടെ പറയും, പൊട്ടിപ്പോയി, സോറി. നിങ്ങളോട് എല്ലാവരും മുഖത്ത് നോക്കി ഞാൻ പറയും സോറി. പിന്നെ എന്റെ അണ്ടറിലുള്ള ആൾക്ക് ഞാൻ പൈസയും കൊടുക്കും കേട്ടോ. എന്റെ പൈസ നഷ്ടപ്പെട്ടത് പോട്ടെ, അങ്ങനെ കുറെ നഷ്ടപ്പെട്ടില്ല കേട്ടോ. അതിന് നിങ്ങൾ കാണുന്ന ആളൊന്നും ഒരു വേവലാതിപ്പെടണ്ട കേട്ടോ. എന്തായാലും ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുന്നത്, നിങ്ങളോട് എല്ലാവരും താങ്ക്സ് പറയുന്നത്. ലവ് യു ഗൈസ് ഓൾ. എന്നുവെച്ചാൽ നമുക്ക് എല്ലാ സ്ഥലത്തും ഇപ്പൊ ഉദാഹരണം ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതില് നാട്ടുകാർ എന്തോ ഇൻവോൾവ് ആകുന്ന വെച്ചാൽ നല്ല മനസ്സുകൊണ്ടാണ്. അതായത് സാമൂഹികമായിട്ടുള്ള നല്ല മനസ്സുണ്ട്. ഇങ്ങനത്തെ ഒരുപാട് കമ്പനികൾ വന്നിട്ടുണ്ട്, പറ്റിച്ചു പോയിട്ട്. പക്ഷെ ഇത് അങ്ങനെയല്ല, പറ്റിച്ചിട്ടില്ല. ഇത് വെറുതെ ഒരു ഊഹാപോഹങ്ങളാണ്, തെറ്റിദ്ധാരണകളാണ്. അതൊക്കെ മാറി വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരുപാട് ആൾക്കാരുണ്ട് ഇതിൽ, 1,80,00,000 ജനങ്ങളുണ്ട്. അവർക്കൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഓക്കെ, ബൈ ബൈ.